വന്ന വഴികളിലെല്ലാം ഞങ്ങളെ ആവേശപൂർവ്വം സ്വീകരിച്ച നാട്ടുകാർക്കും എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. കേരള മദ്യനിരോധന സമിതിയുടെ അംഗങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഈ ദേശത്തിൽ വന്ന് ആ ലഹരിയെക്കുറിച്ച് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കി തന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. നാം ഇന്ന് കേരളത്തിലുടനീളം നോക്കുമ്പോൾ ഏത് ഫംഗ്ഷൻ എടുത്തു നോക്കിയാലും ഏത് സെലിബ്രേഷൻ എടുത്തു നോക്കിയാലും അവിടെ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ സപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഉപയോഗിക്കുന്നതായിട്ടും അവിടെ സെലിബ്രേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ഇന്ന് കേരളത്തിൻ്റെ ഓരോ അവസ്ഥകളിൽ ഓരോ മുക്കും മൂലകളിലും നാം പരിശോധിക്കുകയാണെങ്കിൽ മയക്കുമരുന്ന്, മദ്യം ഇവ ഇല്ലാത്ത സ്ഥലങ്ങൾ ഇല്ലാത്ത ഒരു ഇടവും കാണുവാൻ സാധിക്കത്തില്ല. നാം പണ്ടുകാലങ്ങളിൽ വിദേശികൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം ഈസ് ഗോഡ്സ് ഓൺ കൺട്രി, കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു പ്രഖ്യാപിതമായ ഒരു അവസ്ഥ, ഒരു വാക്ക് നാം കേൾക്കുമ്പോൾ കേരളത്തിലുള്ള ഓരോ മനുഷ്യരും വളരെയധികം ആവേശത്തോടു കൂടി സ്വീകരിച്ച വാക്കുകളായിരുന്നു അത്. കേരളം ഈസ് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം കേരളത്തിലുടനീളം നാം നോക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന ഈ കേരളം മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ ദുഷ്പ്രവർത്തികൾക്കും പേരുകേട്ട ഒരു സംസ്ഥാനമായി മാറുന്ന ഒരു അവസ്ഥ നാം കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി, ലഹരികൾക്ക് അടിമയായി നമ്മുടെ യുവാക്കൾ, യുവതികൾ പലരും ആ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോകുമ്പോൾ അവർ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ സുബോധം നഷ്ടപ്പെട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് ഒരിക്കലും അവർക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. ഒരു മദ്യം ഉപയോഗിക്കുന്ന ആൾ കുടിക്കുന്ന സമയത്ത് അവരുടെ സുബോധം നഷ്ടപ്പെടുന്നു. അവർ അത് കഴിഞ്ഞ് ചെയ്യുന്നത് എല്ലാം ആ മദ്യത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ആണ്. ആ സമയത്ത് സ്വന്തം അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയുവാൻ കഴിയാതെ പലരും പല ദുഷ്പ്രവൃത്തികളിലേക്കും വഴുതി വീഴുമ്പോൾ, പല കൊലകളിലേക്കും, കൊല ചെയ്യുന്നതിലേക്കും വഴുതി വീഴുമ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്നത് മദ്യം അല്ലെങ്കിൽ മറ്റ് കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളാണ്. ഈ ലഹരികൾ ഉപയോഗിക്കുന്നത് മൂലം പലരും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നാം നോക്കുമ്പോൾ പലരും കുറ്റവാളികളായിട്ട് കടന്നു വരാറുണ്ട്. അവരുടെ പല മൊഴികളും നാം എടുത്തു നോക്കുമ്പോൾ ഞാൻ കുറ്റം ചെയ്യുന്ന സമയത്ത് ഞാൻ മദ്യലഹരിയിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങൾ നാട്ടുകാർക്കോ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഈ നാടിന് തലവേദനയായി മാറുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ മദ്യം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുബോധം നഷ്ടപ്പെട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, മദ്യം കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് രക്ഷ നേടുവാൻ കഴിയത്തില്ല. എന്നാൽ മദ്യപിക്കുന്ന ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എങ്കിലും മദ്യം വിൽക്കുന്നവർ രക്ഷപ്പെടുന്നുണ്ട്. മദ്യം ഉണ്ടാക്കുന്ന കമ്പനികൾ രക്ഷപ്പെട്ട് അവരുടെ മക്കൾ വലിയ രീതിയിൽ പഠിച്ച് വലിയ നിലയിലെത്തുമ്പോൾ, വിദേശങ്ങളിൽ പോയി പഠിക്കുമ്പോൾ മദ്യം ഉപയോഗിച്ച് മദ്യം വാങ്ങിക്കഴിച്ച് റോഡിൻ്റെ വഴിയോരങ്ങളിലും ഓടകളിലും കിടക്കുന്ന മനുഷ്യൻ അവർ പകൽ നേരം മുഴുവൻ അധ്വാനിച്ച് അവർക്ക് കയ്യിൽ കിട്ടുന്ന ക്യാഷ് കൊണ്ട് അവർ പോയി മദ്യം വാങ്ങി കുടിക്കുന്നു. ആ മദ്യ കമ്പനികളെല്ലാം വലിയ നിലയിലായി. അവർക്ക് ഒരിക്കലും നഷ്ടം വരാത്ത രീതിയിൽ അവർക്ക് ഒരിക്കലും അവരുടെ മക്കളോ ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ വിദേശങ്ങളിൽ പോയി പഠിച്ച്
അവർ വളരെ നല്ല നിലയിലായി തീരുന്നു. എന്നാൽ ഈ മദ്യം ഉപയോഗിക്കുന്ന ആൾ അവർ കിടക്കുന്നത് ഓടകളിലും റോഡിൻ്റെ വഴിയോരങ്ങളിലും ആണ് കിടക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അതിൽ നിന്നും മാറുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കേരള മദ്യനിരോധന സമിതിയും യൂത്ത് വിംഗ് ഫോർ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റും എല്ലാ വ്യാഴാഴ്ചകളിൽ ദിവസങ്ങളിലും ഈ വഴിയോരങ്ങളിൽ പരസ്യയോഗം ആയിട്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങൾ അറിയിക്കുമ്പോൾ പലരും കേൾക്കാറുണ്ട്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവർക്ക് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ. എന്നാൽ ഈ വ്യാഴാഴ്ച ദിവസം നാം ഈ ഒരു സന്ദേശ ദേശത്തോട് അറിയിക്കുന്നതിന് വേണ്ടി ഉള്ള ദിവസമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ടല്ല, ഈ സന്ദേശം കേട്ട് ആരെങ്കിലും രക്ഷ നേടുവാൻ, ആ മദ്യത്തിൻ്റെ ആസക്തിയെക്കുറിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും രക്ഷ നേടുവാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളുടെ പാപത്തിൽ നിന്നും, മദ്യപാനം എന്ന് പറയുന്ന പാപം, ആ പാപത്തിൽ നിന്നും, മയക്കുമരുന്ന് എന്ന പാപത്തിൽ നിന്നും, നിങ്ങളെ ദുഷ്പ്രവൃത്തികളിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളെ ഈ സമൂഹത്തിൽ നേരെ ജീവിക്കുവാൻ കഴിയാതെ നിങ്ങളെ നീചമായ പ്രവൃത്തികളിലേക്ക് കൊണ്ടുപോകുന്ന പാപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ഉലക ചരിത്രത്തിൽ അവതാരമെടുത്ത ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് എനിക്ക് ഉറക്കെ വിളിച്ചു പറയുവാൻ കഴിയും. ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന പല സഹോദരന്മാരും ഈ ഒരു രക്ഷാമാർഗം സ്വീകരിക്കുന്നതിന് മുമ്പ് അവർ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. അവർ ഒരിക്കലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയോ അല്ലെങ്കിൽ വേറെ വൈദ്യസഹായത്തോടുകൂടെ അല്ല അവർ മദ്യപാനം മാറ്റിയത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പാപപ്രവൃത്തിയിൽ നിന്നും അവർക്ക് രക്ഷ നേടുവാൻ കഴിയുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടാകുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും, നിങ്ങൾക്ക് ഈ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം ഇവിടെ അറിയിക്കുന്നത് ഒരു മുന്നറിയിപ്പാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ ഇഹലോക സുഖങ്ങൾ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സകല മനുഷ്യരുടെ പാപങ്ങൾ പോക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ 3 ആണിമേൽ മരിക്കുവാനിടയായി തൻ്റെ മുഴു രക്തവും ഈ ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഊറ്റിത്തന്ന ആ കർത്താവായ യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, ഇന്നും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് പകൽക്കാലം സ്വീകരിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. നാം ഇന്ന് പകൽക്കാലം ഈ റോഡുകളിൽ നോക്കുകയാണെങ്കിൽ പല സൈൻ ബോർഡുകൾ നാം കാണാറുണ്ട്. അടുത്ത ജംഗ്ഷനിൽ വളവുണ്ട്, അല്ലെങ്കിൽ അടുത്തൊരു കമ്പുണ്ട്, അടുത്തൊരു സ്കൂളുണ്ട്, അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ നാം കാണാറുണ്ട്. ഈ സൈൻ ബോർഡുകൾ നാം അവഗണിച്ച് വളരെ വേഗത്തിൽ നാം അതുവഴി പോകുകയാണെങ്കിൽ നിങ്ങൾ പോകുന്നത് ഒരു അപകടത്തിലേക്കാണ്. അതുപോലെ 1912 വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ ഒരു ബ്രിട്ടീഷ് കപ്പലായിരുന്നു ടൈറ്റാനിക്, RMS ടൈറ്റാനിക്. ഈ ടൈറ്റാനിക്കിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ആഡംബരമായ കപ്പൽ. അന്ന് ലോകത്തിൽ ഇതുപോലുള്ള ഒരു കപ്പൽ നിർമ്മിച്ചിട്ടില്ല. അതിൻ്റെ നീളമെന്ന് പറയുന്നത് 882 അടി നീളം, 270 മീറ്റർ നീളം, 92 അടി 28 മീറ്റർ വീതിയുള്ള ഈ കപ്പൽ വളരെ ആഡംബരത്തിന് പേരുകേട്ട ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. ഈ കപ്പലിനെ ഉണ്ടാക്കിയ മനുഷ്യൻ പറഞ്ഞു, ഇത് ഒരിക്കലും ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. ഇത് ഇന്നേക്ക് ലോകത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത കപ്പൽ, ആരെക്കൊണ്ടും ഒരു മനുഷ്യനെ കൊണ്ടും തകർക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ബിംബുള്ള വാക്ക്, അഹങ്കാരമുള്ള വാക്ക്
ആ വാക്കുമായി. എന്നാൽ ഈ കപ്പൽ 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിൽ സതേണിൽ നിന്ന് കന്നി യാത്ര ആരംഭിക്കുവാനിടയായി. ഇത് യാത്ര പുറപ്പെട്ടത് ന്യൂയോർക്കിലേക്കാണ്. എന്നാൽ കടന്നു പോകുന്ന വഴിയിൽ ഈ കപ്പൽ ഓടിക്കുന്ന ക്യാപ്റ്റന് ഒരു വയർലെസ് സന്ദേശം ലഭിക്കുവാനിടയായി. നിങ്ങൾ പോകുന്ന പാതയിൽ ഒരു മഞ്ഞമലയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴി ഒന്ന് തിരിച്ചു വിടണം എന്ന് പറയുവാനിടയായി. എന്നാൽ ഇതിലെ ക്യാപ്റ്റൻ അത് നിരസിച്ചുകൊണ്ട് ആ പാതയിലേക്ക് തന്നെ പോകുവാനിടയായി. 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് വടക്കൻ മേഖലയിൽ ഒരു മഞ്ഞമലയിൽ ഇടിച്ച് അത് അവിടെ അവസാനിക്കുവാനിടയായി. വളരെ ആഡംബരത്തിന് പേരുകെട്ട കപ്പൽ, എന്നാൽ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ഈ ഒരു കപ്പൽ, ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നു, എങ്കിലും ആൾക്കാർക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. ഏകദേശം 1500 ആൾക്കാർ അതിൽ അന്ന് ജീവൻ നഷ്ടപ്പെടുവാനിടയായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, അന്ന് ആ ക്യാപ്റ്റന് ലഭിച്ച ആ വയർലെസ് സന്ദേശം അയാൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ, സ്വീകരിച്ച് അവർ ദിശ മാറ്റി വിട്ടിരുന്നു എങ്കിൽ ഇന്നും ആ കപ്പൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു നാശത്തിലേക്ക് പോകുവാൻ ഒരിക്കലും ഇടവരത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്ന ഈ ഒരു സത്വർത്തമാനം, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരും കേട്ട് മറ്റൊരുത്തലിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിച്ചു. താൻ 33.5 തിരുവയസ്സ് ഈ ഭൂമിയിൽ പാർക്കുവാനിടയായി. താൻ 3.5 വർഷം കൊണ്ട് ഈ ഭൂമിയിൽ രോഗികളെ സൗഖ്യമാക്കുവാനും കുരുടർക്ക് കാഴ്ച നൽകുവാനും ഉടൻ നടക്കുവാനും ഇടയായി. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പല കോടതികളിൽ തെളിഞ്ഞു എങ്കിലും എല്ലാവരും ആ യേശുവിനെ ക്രൂശിക്കുവാനിടയായി. താൻ ക്രൂശിലേക്ക് കടന്നു പോകുന്ന ഓരോ വഴികളിലും താൻ വീണു മേണീറ്റ് ക്രൂശുമായി കടന്നു പോകുമ്പോൾ തന്നെ സഹായിക്കുവാനോ തന്റെ കൂടെ നിൽക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. താൻ വീണു മേണീറ്റ് ആ കാൽവരി കൊലക്കളത്തിൽ താൻ 3 മരിക്കുവാനിടയായി. അത് നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ആ കർത്താവായ യേശുക്രിസ്തു 3 മരിക്കുവാനിടയായത്. എന്നാൽ താൻ തൻ്റെ വചനം പറയുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. താൻ വീണ്ടും വേഗം വരുവാൻ സമയമായി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടി മേഘത്തിൽ കടന്നു വരുവാനിടയാകും. നിങ്ങളിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആ കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാനിടയാകും. പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാമോ, കർത്താവായ യേശുവേ, എന്നോടൊന്ന് ഇടപെടണമേ, എന്നെ ഒന്ന് സഹായിക്കുവാൻ, ഞാൻ അനുഭവിക്കുന്ന പാപപ്രവൃത്തിയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്തിലിരുന്നു കൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ആ ദൈവം രക്ഷിക്കുവാനിടയാകും. ആ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുവാനിടയാകും. ഞാൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറയുന്നു, മറ്റു ഒരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ആ യേശുക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇത്ര നേരം സഹകരിച്ച ഞങ്ങളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ഈ ദേശത്തിലെ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു പച്ചയായ മനുഷ്യൻ്റെ താൻ ഈ ലോകത്തിൽ താൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ തൻ്റെ കടമയാണ് താൻ ഇവിടെ തൻ്റെ നാവ് കൊണ്ട് താൻ പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ സന്ദേശം ചിലപ്പോൾ കേട്ടിട്ട് ഇതനുസരിക്കാം, അല്ലെങ്കിൽ ഇത് കേൾക്കാതെ തള്ളിക്കളയുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ അത്
തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നിത്യത, അല്ലെങ്കിൽ മരണത്തിനപ്പുറമായ ഒരു ജീവിതമാണ് നിങ്ങൾ നഷ്ടമാക്കി കളയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും ആഴമായി അറിയണമെങ്കിൽ, ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇവിടെ ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. അവരെ നിങ്ങൾ അന്വേഷിക്കുക. ഫോൺ നമ്പർ നിങ്ങൾ കരുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കുവാനും, നിങ്ങൾക്ക് മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ആസക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കൗൺസിലിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാൻ ഞങ്ങൾ കഴിയുന്നതാണ്. നിങ്ങൾ ഈ വിലപ്പെട്ട സമയം, നിങ്ങളിപ്പോൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ പല സൗകര്യങ്ങൾ നിങ്ങൾ ലഭിച്ചേക്കാം. മദ്യവും മയക്കുമരുന്നും മറ്റുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് നശിപ്പിച്ച് കളയും. എന്നാൽ നിത്യത എന്നുള്ളൊരു സ്വപ്നം, നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന മരണത്തിനപ്പുറം ആ ഒരു ജീവിതം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വളരെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടമാക്കിക്കൊണ്ട് ഈ ദേശങ്ങളിലും പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും കടന്നു വന്ന് ഈ സന്ദേശം അറിയിക്കുന്നു. നിങ്ങളും നഷ്ടമായി പോകരുത്. ബൈബിളിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. നോഹയുള്ള ഒരു അപ്പൂപ്പനുണ്ട്. അദ്ദേഹം ഇതുപോലെ ജലപ്രളയം വരുമെന്ന് പറഞ്ഞ് ജനത്തോട് പല രീതിയിലും 40 വർഷത്തോളം താൻ ആ വചനത്തെക്കുറിച്ച് ആ ഉപദേശത്തെ പ്രസംഗിച്ചു കൊണ്ട് നടന്നു. എന്നാലും അതെല്ലാവരും കളിയാക്കിക്കൊണ്ട് നടന്നു. അങ്ങനെ സംഭവമുണ്ടോ? അന്നത്തെ കാലഘട്ടത്തിൽ മഴയില്ലാത്തതുകൊണ്ട് ആൾക്കാരെല്ലാം ചിരിച്ച് അത് പുച്ഛിച്ചുകൊണ്ട് തള്ളിക്കളയേണ്ടിയിരുന്നു. എന്നാൽ മഴ പെയ്തു, 40 വർഷം മഴ പെയ്തു. ഭൂമി 40 ദിവസവും 40 ദിനവും രാവും പകലും മഴ പെയ്ത് ജനം വളരെയധികം നശിച്ചു പോകുവാനിടയായത്. എന്നാൽ നോഹയുടെ കുടുംബം മാത്രമാണ് അതിന് രക്ഷ നേടുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ പറയുന്നത് ഒരു അബദ്ധമാണോ അതോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് തള്ളിക്കളയും. ഇന്നത്തെ ലോകം വളരെയധികം ശാസ്ത്രപരമായി സാങ്കേതിക വിദ്യകളിൽ വളരെ മുമ്പോട്ട് പോകുന്ന ഇന്നത്തെ ജനം ചിലപ്പോൾ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങളിത് പറയുമ്പോൾ വളരെ അവർക്കൊരു പരിഹാസമായി തോന്നാം. എന്നാൽ ഇതാണ് യഥാർത്ഥ രക്ഷ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. എന്നാൽ യേശു ക്രിസ്തുവെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനനം തന്നെ മഹാ അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. യേശു ക്രിസ്തുവിൻ്റെ ജനനം, സ്ത്രീ കന്യക ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു, അവൻ ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നുള്ള പേരിടെയാണ്. നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനം പോലെ ആരെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്? ഇല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ട്? യേശു ക്രിസ്തു 33.5 വയസ്സോളം ഈ ഭൂമിയിൽ താൻ പാപം എന്തെന്നറിയാതെ പാപത്തെ തൊടാതാണ് പാപത്തിന് വിപരീതമായി നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ സുവിശേഷത്തെ അറിയിച്ച ഒരു മഹാനായ വ്യക്തിപ്രഭാവമാണ് യേശു ക്രിസ്തു. മഹാത്മാ അയ്യങ്കാളി ഇങ്ങനെ പറയാനുണ്ട്, ഞാൻ ധാരാളം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബലം കൊണ്ടും എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ ഭുജവീര്യം കൊണ്ടും ഞാൻ ധാരാളം സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ചെയ്തതുപോലെ യേശു ക്രിസ്തു സമാധാനത്തിൽ കൂടി തൻ്റെ ആലോചനകൾ അല്ലെ തൻ്റെ ആ ആശയങ്ങളെ ജനത്തിന് കൈമാറിക്കൊണ്ട് താൻ ചെയ്ത വലിയൊരു മഹത്തരമായ സന്ദേശമാണ് സുവിശേഷം. എന്നാൽ ഇന്ന് 5 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് യേശു ക്രിസ്തു. എന്തുകൊണ്ട്? തൻ്റെ ആ സന്ദേശത്തിൻ്റെ വില എത്ര മഹത്വകരമായ സന്ദേശമെന്ന് മഹാത്മാ അയ്യങ്കാളി പറയാനിടയായിത്തീർന്നു. അയ്യങ്കാളി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ പ്രഭു. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിന് മാത്രമേ നിങ്ങളെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കണമെങ്കിൽ, പാപത്തിന് പരിഹാരം നേടാൻ നിങ്ങൾ ആഗ്രഹമുണ്ട്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. മല കയറണ്ട, കുന്ന് കയറണ്ട, നിങ്ങൾ ഉരുളണ്ട, മറിയണ്ട, മറ്റുള്ള ദാനങ്ങളോ ധർമ്മങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയം കൊണ്ട് യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ പാപങ്ങൾക്ക് രക്ഷിക്കുവാൻ യേശു ക്രിസ്തു മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ കഴിയും. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നോ നിങ്ങൾ ചിന്തിച്ചാൽ, ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിൻ്റെ രക്ഷകനാണ് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ പാപങ്ങൾക്ക് ശമനം ലഭിക്കും. ഞങ്ങളിപ്പം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, കർത്താവേ, അപ്പോൾ ഈ മനോഹരമായ ദിവസം പിതാവേ അങ്ങനെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്ന് കണ്ട് കർത്താവ് ഈ ദേശത്തിൽ ഈ പ്രബുദ്ധരായ ജനത്തിൻ്റെ മധ്യേ കർത്താവ് അങ്ങനെ ദൈവദാസം പ്രഘോഷിപ്പിച്ച കർത്താവ് അങ്ങയുടെ വചനങ്ങളെ കർത്താവ് അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് തുളച്ചു തീരുവാൻ തക്കവണ്ണം ദൈവടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാപത്തിൻ്റെ സകല ആസക്തിയിൽ നിന്ന് കർത്താവ് ഇവിടുത്തെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ടെന്ന് കർത്താവ് അവർക്കും വെളിപ്പെടുവാൻ തക്കണം. ആ ആത്മീയമായ സന്തോഷത്തിൽ അവരും ആനയിക്കപ്പെടാൻ തക്കണം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശവാസികളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം ഞങ്ങൾ അറിയിച്ചത് കർത്താവ് ഒരിക്കലും അത് വൃഥാവായി പോകാതെ വണ്ണം കർത്താവ് അത് ഇന്നായിരുന്നു നാളെയായിരുന്നു കർത്താവ് വളരെ ഫലം കാഴ്ചകൊണ്ട് കർത്താവ് ഈ ദേശത്തിൽ നിന്ന് അനേകരെ ലക്ഷ്യയിലേക്ക് നയിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം സകലം കർത്താവ് യേശു ക്രിസ്തു നാമത്തിൻ്റെ പിതാവേ, ആമേൻ.